നമസ്കാരം. ഇന്ന് നമ്മൾ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ്, ആ വിഖ്യാതമായ പുസ്തകമില്ലേ, അതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി ചെല്ലുകയാണ്. ഇതൊരു കഥയുടെ ചുരുക്കമൊന്നുമല്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ചില ലേഖന ഭാഗങ്ങളുണ്ട്. ആൽക്കെമിസ്റ്റ്, ജീവിതത്തിന്റെ രഹസ്യങ്ങൾ എന്നതിൽ നിന്നുള്ളവ. ശരി. അതുവെച്ചിട്ട് ഈ പുസ്തകം പറയുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, തത്വങ്ങൾ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. നല്ല കാര്യം. ഒരുപാട് പേരെ സ്വാധീനിച്ച പുസ്തകമാണല്ലോ അത്. അതെ അതെ, ലക്ഷക്കണക്കിന് ആളുകളെ. അപ്പൊ എന്താണ് ഈ പുസ്തകത്തിന്റെ ഒരു കാതല്? എങ്ങനെയാണിത് നമ്മുടെയൊക്കെ യാത്രയെ, ലക്ഷ്യങ്ങളെ, ഭയങ്ങളെ നോക്കിക്കാണുന്നത്? നമുക്ക് നോക്കാം. തീർച്ചയായും. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം വെച്ച് തുടങ്ങാം. വ്യക്തിപരമായ ഐതിഹ്യം, അതായത് പേഴ്സണൽ ലെജൻഡ്. ഓരോരുത്തർക്കും അവരവരുടെ ഒരു നിയോഗമുണ്ട്, ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനുണ്ട് എന്നാണല്ലോ പറയുന്നത്. സ്വന്തം കഴിവിന്റെ ഒരു പൂർണ്ണത കണ്ടെത്തുക. ശരിയാണ്. എന്നെ ശരിക്കും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഈ ലേഖനങ്ങളിലും അത് പറയുന്നുണ്ട്, നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ഇറങ്ങിയാൽ പ്രപഞ്ചം മൊത്തം കൂടെ നിൽക്കുമെന്നാണല്ലോ. അതെ, അതൊരു വളരെ ശക്തമായ പ്രസ്താവനയാണ്. ഇതൊരു വലിയൊരു വാഗ്ദാനം പോലെയല്ലേ? തോന്നാം. പക്ഷേ ഇതൊരു എന്താ പറയാ, വെറും അന്ധവിശ്വാസമായിട്ട് കാണേണ്ട കാര്യമില്ല. ഓക്കേ. ആഴത്തിൽ നോക്കിയാൽ, നമ്മളൊരു കാര്യത്തിന് ഉറച്ച് ധൈര്യത്തോടെ ഇറങ്ങിയാൽ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും എന്നൊരു ചിന്തയില്ലേ? അതെ, അത് പല തത്വങ്ങളിലും കാണാം. ശരിയാണ്. പുരാതന ചിന്തകളിലൊക്കെ. അതെ, നമ്മുടെ കയ്യിലുള്ള ഈ കുറിപ്പുകളിലും പറയുന്നതുപോലെ സാന്റിയാഗോ, ആ നായകൻ, ഒരു നിധി തേടിയാണ് പോകുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ കണ്ടെത്തുന്നതെന്താ? ആ യാത്രയിലുള്ള അവന്റെ മാറ്റമാണ്, സ്വയം മനസ്സിലാക്കൽ. ആന്തരികമായൊരു യാത്ര. അതെ അതെ, ലോകത്തിന്റെ ഭാഷയൊക്കെ മനസ്സിലാക്കുന്ന ഒരു യാത്ര. ലോകത്തിന്റെ ഭാഷ അതെന്താണ്? ഈ ലേഖനങ്ങളിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല, അല്ലേ? അല്ല, അത് വാക്കുകൾക്കപ്പുറത്തുള്ള ഒന്നാണ്. ശകുനങ്ങൾ, സ്വപ്നങ്ങൾ, ചില യാദൃച്ഛിക സംഭവങ്ങൾ. അതെ, അതുതന്നെ. അതിലൂടെയൊക്കെ പ്രപഞ്ചം നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുന്നു എന്നാണ് കൊയ്ലോ പറയുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. കാരണം ഈ സൂചനകൾ ശ്രദ്ധിക്കാൻ നമ്മുടെ സാധാരണ ലോജിക്കിനപ്പുറത്തുള്ളൊരു ശ്രദ്ധ വേണം. തീർച്ചയായും വേണം. പക്ഷേ ഇത് തെറ്റായി വ്യാഖ്യാനിക്കാനും സാധ്യതയില്ലേ? നല്ല ചോദ്യം. സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ആന്തരികമായ ശ്രദ്ധ, ഒരു വിവേകം എന്നൊക്കെ പറയുന്നത് പ്രസക്തമാകുന്നത്. ശരി. മാത്രമല്ല, ഈ യാത്രയെ എളുപ്പമുള്ള ഒന്നല്ല എന്നും പുസ്തകം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. തടസ്സങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രധാന തടസ്സം ഭയം. അതെ, നമ്മുടെ കയ്യിലുള്ള ഈ വിശകലനത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണത്. മാറ്റത്തെ പേടിക്കുക. കംഫർട്ട് സോണിൽ നിൽക്കാനുള്ളൊരു ടെൻഡൻസി. അതുതന്നെ. സുരക്ഷിതമായി ഒതുങ്ങിക്കൂടാനുള്ള ആ ഒരു പ്രവണത, അതാണ് ഏറ്റവും വലിയ ശത്രു എന്നാണ് കൊയ്ലോ പറയുന്നത്. സംശയങ്ങള്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള പേടി. അതെല്ലാം മറികടക്കണം. ഈ ഭയങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതിനെ നേരിടാതെ ആ പേഴ്സണൽ ലെജൻഡ് സാധ്യമാവില്ല. അപ്പോ ഒരു വശത്ത് പ്രപഞ്ചം സഹായിക്കുമെന്ന് പറയുമ്പോഴും മറുവശത്ത് ഈ തടസ്സങ്ങളെ നമ്മൾ തന്നെ നേരിടണം. ഇതിനിടയിൽ ലോകത്തിന്റെ ആത്മാവ് എന്നൊരു ഐഡിയ കൂടി വരുന്നുണ്ടല്ലോ, സോൾ ഓഫ് ദി വേൾഡ്. അതെങ്ങനെയാണ് ഈ ലേഖനങ്ങൾ വിശദീകരിക്കുന്നത്? അത് എല്ലാം തമ്മിൽ ബന്ധമുണ്ട് എന്ന ചിന്തയാണ്. എല്ലാം. അതെ, മനുഷ്യർ, മൃഗങ്ങൾ, ചെടികൾ, മരുഭൂമിയിലെ ഒരു മണൽത്തരി പോലും എല്ലാം ഒന്നിന്റെ ഭാഗമാണ്, ഒരു ചൈതന്യം. ഓക്കേ. ഈ ഒരു തിരിച്ചറിവാണ് ഒരുപക്ഷെ ആ പ്രപഞ്ചത്തിന്റെ സഹായത്തിന് പിന്നിലൊരു രഹസ്യം. അപ്പോ നമ്മുടെ ലക്ഷ്യം തേടുന്നത് ഒരു സ്വാർത്ഥതയല്ല. അല്ല, ഈ ലോകത്തിന്റെ ആത്മാവ് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ യാത്ര ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പമുള്ള ഒന്നായി മാറും. നിങ്ങൾ വളരുമ്പോൾ ലോകത്തിന്റെ ആത്മാവും കുറച്ചുകൂടി പൂർണ്ണമാകും. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ഈയത്തെ സ്വർണമാക്കുന്ന ആ രസവാദം, ആൽക്കെമി, അതും ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാമല്ലോ. അതൊരു വെറും മെറ്റൽ മാറ്റുന്ന പരിപാടിയല്ലേ? അല്ല, തീർച്ചയായും അല്ല. നമ്മുടെ കയ്യിലുള്ള ഈ വിശകലനം അതാണ് പറയുന്നത്. അത് സിംബോളിക്കാണ്, പ്രതീകാത്മകമാണ്. ആന്തരികമായ മാറ്റം. കൃത്യമായി പറഞ്ഞാലത് ഭൗതികമായ സ്വർണമല്ല, നമ്മുടെ ഉള്ളിലെ ഭയങ്ങളും കുറവുകളും ഒക്കെ മാറ്റി ആത്മാവിനെ ശുദ്ധീകരിച്ച് ഒരു ഉയർന്ന തലത്തിലേക്കെത്തുക, സ്വർണം പോലെ മൂല്യമുള്ള ഒന്നായി മാറുക. കഥയിലെ മരുഭൂമിയൊക്കെ അതൊക്കെ വെറും സ്ഥലങ്ങളല്ല, ആത്മീയ യാത്രയിലെ പരീക്ഷണങ്ങൾ. അതെ, ആ വെല്ലുവിളികൾ, ആ തിരിച്ചറിവുകൾ, അതിനൊക്കെയുള്ള ഒരു പശ്ചാത്തലം, ഈ കഷ്ടപ്പാടുകളാണ് നമ്മളിലെ ഈയത്തെ സ്വർണമാക്കുന്നത്.
പ്രണയത്തെക്കുറിച്ചും ഇതിലൊരു വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സാധാരണ കഥകളിലെ പോലെയല്ലെന്ന്. നമ്മുടെ കുറിപ്പുകളിൽ അതെങ്ങനെയാ പറയുന്നത്? ശരിയാണ്. സാധാരണ പ്രണയം ചിലപ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയും. ഓ. പക്ഷേ ഇവിടെ ആൽക്കെമിസ്റ്റിൽ യഥാർത്ഥ സ്നേഹം ഒരാളുടെ ആ പേഴ്സണൽ ലെജൻഡ് പിന്തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓഹോ, തടസ്സമാകുന്നില്ല. തടസ്സമാകുന്നില്ല. പങ്കാളിയുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ്, അവരെ ഫ്രീ ആക്കുകയാണ്. ഫാത്തിമ സാന്റിയാഗോയോട് യാത്ര തുടരാൻ പറയുന്നതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. പരസ്പരം സ്വന്തമാക്കുന്നതിലല്ല, വളരാൻ സഹായിക്കുന്നതിലാണ് കാര്യം. അതുതന്നെ. അതാണ് കൊയ്ലോ പറയുന്ന സ്നേഹം. അപ്പോ ഇത്രയും നമ്മൾ സംസാരിച്ചതിൽ നിന്ന് എന്താണ് ഇതിന്റെ എല്ലാം ഒരു കാതലായ സന്ദേശം? ലക്ഷ്യത്തിലെത്തുന്നതിനേക്കാൾ യാത്രയാണോ പ്രധാനം? ശരിക്കു പറഞ്ഞാൽ അതാണ്. നമ്മുടെ ഈ വിശകലനം അതുതന്നെയാണ് അടിവരയിടുന്നത്. ഓക്കേ. അവസാനം കിട്ടുന്ന പണമോ പ്രശസ്തിയൊന്നുമല്ല യഥാർത്ഥ നിധി. മറിച്ച് ആ യാത്രയിൽ നമ്മൾ എന്ത് പഠിച്ചു, എന്ത് തിരിച്ചറിഞ്ഞു, നമ്മൾ സ്വയം എത്രത്തോളം മനസ്സിലാക്കി, ഉള്ളിൽ എന്ത് സമാധാനം കിട്ടി, അതാണ്. ആ യാത്രയിൽ നേരിടുന്ന തടസ്സങ്ങൾ പോലും. ഓരോ തടസ്സവും ഓരോ പാഠമാണ്. ഓരോ വ്യക്തിയും ഓരോ വഴികാട്ടിയാണ്. ആ യാത്രയിലൂടെ നമ്മൾ ആരായി മാറുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. യാത്ര തന്നെയാണ് നിധി. വളരെ വളരെ മനോഹരമായ ഒരു ചിന്തയാണത്. ലക്ഷ്യങ്ങൾക്കപ്പുറം നമ്മൾ ആരാകുന്നു എന്നതിലാണ് ആത്യന്തികമായി കാര്യം എന്ന് ആൽക്കെമിസ്റ്റ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം. എന്താണത്? ഈ പുസ്തകം പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ശകുനങ്ങൾ, ആ സൂചനകളില്ലേ, അതൊക്കെ ശ്രദ്ധിക്കാൻ, അതനുസരിച്ച് മുന്നോട്ടു പോകാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറാണ്? നിങ്ങളുടെ ആ പേഴ്സണൽ ലെജൻഡ്, ആ നിയോഗം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്തുടരുന്നതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പ്രധാന ഭയം എന്താണ്? അതൊന്നു വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ അതൊരു പുതിയ യാത്രയുടെ തുടക്കമായാലോ?